പല രൂപത്തിൽ അതിനെ വിശദീകരിച്ചില്ലേ? അതേ മനുഷ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലേ? പല ഘട്ടങ്ങളാക്കി വേർതിരിച്ചില്ലേ? അതല്ലേ പ്രഥമഘട്ടം ശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. തങ്ങളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തെടുക്കുകയും അവരുടെ വിഷയത്തിൽ അവരെ തന്നെ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നബിയെ. അല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഒരു രൂപം തീർച്ചയായും ഇതിനെപ്പറ്റി ഞങ്ങൾ ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർ പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആദ്യഘട്ടം ഈ ഒരു രൂപത്തിലാണ്. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ് നമ്മൾ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്താൽ എത്തിപ്പെടുക. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണിനും വെള്ളത്തിനും അടിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ നബിയായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഭൂമിയിലെത്തി. നൂഹ് നബിയോടൊപ്പം കപ്പലിലും ഇബ്രാഹിം നബിയോടൊപ്പം നമ്രൂദിൻ്റെ അഗ്നിയിലും ഞാനുണ്ടായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ഇത് എന്താണ്? ഉന്മയുടെ അവസ്ഥാന്തരങ്ങളെ പരസ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യവംശം അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിലായിരുന്നപ്പോൾ അവരെല്ലാം സ്വർഗത്തിലായിരുന്നു. അല്ലാഹു മനുഷ്യവംശത്തെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകുകളിൽ നിന്ന് പുറത്തെടുത്ത സമയം അവർ നിറഞ്ഞു കവിഞ്ഞു. അപ്പോഴാണ് മലക്കുകൾ ചോദിക്കുന്നത്, ഓ രക്ഷിതാവേ, ഓ പടച്ചവനെ, അവരെ ഉൾക്കൊള്ളാൻ ഭൗതിക ലോകത്തിന് വിശാലതയില്ലല്ലോ. ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ നിന്റെ ഭൗതിക ലോകത്തിന് വിശാലതയുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഞാൻ മരണത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടേക്കാണ് എൻ്റെ ശ്രദ്ധ, എൻ്റെ വിഷയം വരുന്നത്. ഞാൻ മരണത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകൾ പറഞ്ഞു, എങ്കിൽ അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു പറയുകയാണ്, ഞാൻ അവർക്ക് ആഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്, നരകത്തിൽ നിന്ന് കാവല് തേടുന്നവരാണല്ലോ നമ്മൾ. അങ്ങനെ അല്ലാഹു അതേ പറയുന്നു, ഞാൻ അവർക്ക് ആഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വിശാലമായ ഒരു വിഷയമാണ് മനുഷ്യൻ്റെ ആദ്യഘട്ടം. ഞാൻ അതിനെ കൂടുതലായി പരത്തി പറയുന്നില്ല. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അതേ ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ മധ്യഘട്ടം. സ്വർഗവും നരകവും വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഒരു കീർത്തനയുടെ കാലമാണത്. അതല്ലേ ഖുർആൻ പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് ബീജമായി നാം അതിനെ സുരക്ഷിതമായ സ്ഥാനത്ത് സംവിധാനിച്ചു. ശേഷം ആ ബീജത്തെ നാം ഭ്രൂണമാക്കുകയും ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കുകയും തുടർന്ന് മാംസപിണ്ഡത്തെ അസ്ഥിപഞ്ജരമായും രൂപപ്പെടുത്തി. അനന്തരം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ വ്യത്യസ്തതയുള്ള സൃഷ്ടിയാക്കി വളർത്തുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു
അനുഗ്രഹപൂർണനായിരിക്കുകയാണ്.